ചുട്ടുപൊള്ളുന്ന വെയിലിൽ കയറി നിൽക്കാൻ ഒരു ബസ് സ്റ്റോപ്പോ ഇരിക്കാൻ ഇരിപ്പിടമോ ഇല്ലാതെ വലയുകയാണ് കോഴിക്കോട്ടെ ബസ് യാത്രക്കാർ. പൊള്ളുന്ന വെയിൽ കൊണ്ട് മണിക്കൂറുകൾ ബസ് കാത്തു നിൽക്കേണ്ട അവസ്ഥ. പ്രശ്നം പലതവണ കോർപ്പറേഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുവെങ്കിലും പരിഹാരം ഇനിയും അകലെയാണ്. വേനൽ കടുത്തു, കത്തുന്ന വെയിൽ, പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. പുറത്തിറങ്ങുന്നവരെല്ലാം തണലിടങ്ങൾ തേടി നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നല്ലൊരു ഇരിപ്പിടമോ മേൽക്കൂരയോ ഇല്ലാത്ത കോഴിക്കോട് ജില്ലയിലെ ബസ് സ്റ്റോപ്പുകൾ ശ്രദ്ധേയമാകുന്നത്. മേൽക്കൂരകൾ പൊട്ടിപ്പൊളിഞ്ഞ ബസ് സ്റ്റോപ്പിൽ കത്തുന്ന വെയിൽ കൊണ്ട് നിൽക്കേണ്ട അവസ്ഥയാണ് പലയിടത്തും. ചിലയിടങ്ങളിൽ ബസ് സ്റ്റോപ്പ് പോലുമില്ല. ഇനി ബസ് സ്റ്റോപ്പ് ഉള്ളിടത്തിരിക്കാൻ ഇരിപ്പിടവുമില്ല. അതിനാൽ തന്നെ യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കുകയല്ലാതെ വേറെ വഴിയില്ല. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി 2 വർഷം മുമ്പാണ് എരഞ്ഞിപ്പാലത്തുള്ള ബസ് സ്റ്റോപ്പ് പൊളിച്ചു നീക്കിയത്. ഇതോടെ യാത്രക്കാർ ദുരിതത്തിലായി. എന്നാൽ ബൈപ്പാസിന്റെ പ്രവൃത്തി ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല. ആർക്കും നിൽക്കാൻ സ്ത്രീകളൊക്കെ കുട്ടികളൊക്കെ വെയിലത്ത് നിൽക്കുക. ബസ് സ്റ്റോപ്പ് പൊളിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ കഷ്ടപ്പെടും വെയിലുകൊണ്ട് ചൂടുകൊണ്ടും. ഇപ്പോൾ ഭയങ്കര ഡിഗ്രി സെൽഷ്യസ് ചൂടല്ലേ. കുട്ടികൾ ഇന്നലെ ഒരു കുട്ടി ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നിൽക്കുക, ചെറിയ പൈതൽ ഒക്കെ തട്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതിനെന്തെങ്കിലും മാർഗം കാണണം. കുട്ടികളുമായി എത്തുന്നവരും പ്രായം ചെന്നവരും ഭിന്നശേഷിക്കാരുമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ഇരിപ്പിടമില്ലാത്തത് കാരണം പലപ്പോഴും വലയുന്നത്. ചുരുക്കം ചില ബസ് സ്റ്റോപ്പുകളിൽ ഒഴിച്ചാൽ മറ്റിടങ്ങളിലൊന്നും നല്ലൊരു ഇരിപ്പിടമില്ല. പലയിടത്തുമുള്ളത് വളച്ചുവെച്ച പൈപ്പ്. അതിൽ കയറിയിരിക്കുക എന്നത് സാഹസികവും. ചിലയിടങ്ങളിൽ ഇരിപ്പിടങ്ങൾക്ക് പകരം ഇരുമ്പ് കുറ്റികൾ മാത്രമാണുള്ളത്. അതും ഉയരം തീരെ കുറഞ്ഞതും ചിലപ്പോൾ ഉയരം കൂടിയതും. വെയിലും കൊണ്ട് അവിടെ ബസ്സിന് ഇങ്ങനെ നിൽക്കണം. അങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ട്. കാലുവേദനയൊക്കെ ഉള്ളവരാണ്. ബസ് വരണമെങ്കിൽ കുറേ സമയം പിടിക്കുമല്ലോ. അങ്ങനെ ഇരിക്കാൻ ഒരു സാധനമില്ല. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കന്നെ ബസ് വരുന്നത് വരെ. അങ്ങനെ വീണുകൊണ്ട് ചെറിയമ്പിലൊന്നും ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചിലവർക്കൊക്കെ പ്രായമുള്ളവർക്കൊക്കെ ഇരിക്കാനും ബുദ്ധിമുട്ടാവൂലേ. നഗരഹൃദയത്തിലെ പ്രധാന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളായ ടൗൺ ഹാളിന് സമീപത്തും LICക്ക് മുൻപിലും മുതലക്കുളത്തും BM സ്കൂളിനും മോഡൽ സ്കൂളിന് സമീപത്തും ഇതുതന്നെയാണ് സ്ഥിതി. ബസ് സ്റ്റോപ്പ് ഉണ്ടായിട്ടും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ. കൊയിലാണ്ടി, ബാലുശ്ശേരി, പേരാമ്പ്ര, വടകര, തലശ്ശേരി, കണ്ണൂർ തുടങ്ങിയ ദീർഘദൂര ബസ്സുകൾക്കായി യാത്രക്കാർ മണിക്കൂറുകൾ കാത്തിരിക്കണം. ഇരിപ്പിടങ്ങളില്ലാത്തത് കാരണം മണിക്കൂറുകൾ അങ്ങനെ നിൽക്കും. യാത്രക്കാർ നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും കോർപ്പറേഷന് കേട്ട ഭാവമില്ല. ചൂടുകൊണ്ട് അതല്ല, ഇവിടുത്തെ ഒരു കൗൺസിലർ ഉണ്ട്, ആരും ഒന്നും ചെയ്യുന്നില്ല. എത്രയോ ജനങ്ങൾ, പാവം കുട്ടികളൊക്കെ എടുത്ത് വരുന്നവർ, സ്കൂൾ കുട്ടികൾ, എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജില്ലയിലുടനീളം ബസ് സ്റ്റോപ്പുകൾ ഉണ്ടെങ്കിലും യാത്രക്കാർക്ക് ഉപകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചിലയിടങ്ങളിലാകട്ടെ പരസ്യ ബോർഡുകൾക്കുള്ളതാണ് ബസ് സ്റ്റോപ്പ്. പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനാൽ ബസ്സുകൾ വരുന്നത് കാണാൻ കഴിയില്ല. അതിനാൽ റോഡിലേക്ക് ഇറങ്ങി നിൽക്കണം. ഇതും വലിയ അപകട ഭീഷണിയാവുകയാണ്. കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗവും PWDയുമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത്. സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടിന് കീഴിൽ നിർമ്മിച്ച ചില ബസ് ഷെൽട്ടറുകളും സമാന അവസ്ഥയിലാണ്. മിഠായി തെരുവ്, നടക്കാവ്, BM സ്കൂളിന് മുൻവശം, മോഡൽ സ്കൂളിന് മുൻവശം, ഫാത്തിമ ഹോസ്പിറ്റലിന് മുൻവശം, ചേവായൂർ, കോട്ടൂളി, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലാണ് തിരക്ക് കൂടുതലുള്ളത്. ഇവിടങ്ങളിൽ എത്രയും പെട്ടെന്ന് മികച്ച മാതൃകയിലുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കോഴിക്കോട് നഗരത്തിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നേർക്കാഴ്ചയാണിത്. ഇരിക്കാൻ നല്ലൊരു ഇരിപ്പിടമോ ഒരു മേൽക്കൂരയോ ഇല്ല. അധികൃതർ ഇതൊന്നും കാണുന്നുമില്ല. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.